Good morning, beauties. Once again, welcome back to my channel. സോ ഗൈസ് ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇപ്പം രാവിലത്തെ 5 മണിയായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഝാസി റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടെ നിന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ കുംഭമേള പോകുന്നുണ്ട് പ്രയാഗ്രാജിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ 144 ഇയേഴ്സ് കഴിഞ്ഞിട്ടായി കുംഭമേള വന്നേക്കണേ. അപ്പം ബേസിക്കലി ഇവിടെ ത്രിവേണി സംഗമം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മൾ മുങ്ങി കുളിക്കാനായിട്ടാണ് ബേസിക്കലി നമ്മൾ പോകുന്നത്. അപ്പം നമ്മളുടെ അവിടുത്തെ 2 ദിവസത്തിൻ്റെ പ്ലാനാണ്. സോ ഇവിടെ നല്ല തിരക്കാണ്. ഇപ്പം ഞങ്ങൾ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുക. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എത്ര തിരക്കാണ് ഇവിടെ. സി ഗൈസ്, ഇവിടെ എല്ലാം കാല് കുത്താനുള്ള സ്ഥലമില്ല, എല്ലാവരും ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ബേസിക്കലി ഞങ്ങളുടെ ഈ ട്രെയിൻ 2 മണിക്കൂർ ലേറ്റ് ആയിപ്പോയി. കാരണം പ്രയാഗ്രാജിൽ ഒത്തിരി തിരക്കുള്ളതുകൊണ്ട് എല്ലാം ട്രെയിൻസ് അവർ ഡൈവേർട്ട് ചെയ്തിട്ടും ലേറ്റ് അയക്കണേ. സോ ഇനി 2 മണിക്കൂർ ഞങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം. സോ ഗൈസ്, ക്വിക്ക് അപ്ഡേറ്റ്. ഞങ്ങളുടെ ട്രെയിൻ 2 മണിക്കൂർ ഞാൻ പറഞ്ഞില്ലായിരുന്നു ലേറ്റാണ്. ബട്ട് ലക്കിലി വേറെ ഒരു ട്രെയിൻ വന്ന് അത് ഞങ്ങൾക്ക് സീറ്റും കിട്ടി. ഞങ്ങൾക്ക് പിന്നെ റെയിൽവേയിലായതുകൊണ്ട് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, ഏത് ട്രെയിനിൽ വേണമെങ്കിലും പാം. അങ്ങനെ മറ്റേ ട്രെയിൻ ഞങ്ങൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തില്ല, വേറെ ട്രെയിനിൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. സോ ഗൈസ്, നിങ്ങൾ അഥവാ ഝാസി വല്ലതും വന്നാൽ നിങ്ങൾക്ക് ഈ ഗ്വാളിയർ ബനാറസ് പറഞ്ഞൊരു ട്രെയിൻ ഉണ്ട്. അത് അത്യാവശ്യം സീറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ടിയുടെ അടുത്ത് സംസാരിച്ചിട്ട് ഡിഫറൻസ് എന്തുവാന്ന് വെച്ച് പേ ചെയ്ത് നമുക്ക് ഈ ട്രെയിനിന് പ്രയാഗ്രാജിലോട്ട് പോകാൻ പറ്റും. സോ ഗൈസ്, ഞങ്ങളിപ്പം ഫൈനലി പ്രയാഗ്രാജ് ജംഗ്ഷൻ അതായത് സ്റ്റേഷനിൽ ഇപ്പം ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. 50 റുപ്പീസ് ഓട്ടോ ഇവരെടുക്കും. പക്ഷേ ഇവർ ഒരു പറഞ്ഞ മെയിൻ ത്രിവേണി സംഗമത്തിൻ്റെ 1 കിലോമീറ്റർ ദൂരെ വരെ നമ്മളെ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാം ഗൈസ്, ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ, ഒരു RPF സർ ഒത്തിരി ഞങ്ങളെ കോർപ്പറേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഞങ്ങളുടെ ലഗേജ് എവിടെ വെക്കണം തൊട്ട് എല്ലാം. അതുപോലെ എൻ്റെ കുറേ സ്റ്റാഫ് ഉണ്ടായിരുന്നു റെയിൽവേയുടെ തന്നെ. അത് കാരണം ആ സ്റ്റാഫും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പറഞ്ഞാൽ കോപ്പറേറ്റ് ചെയ്ത്. ഞാൻ സത്യം ദൈവത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം യഥാർത്ഥത്തിൽ ദൈവം വിചാരിച്ചതുകൊണ്ടാണ് ഓരോരുത്തർ നമുക്കിങ്ങനെ സഹായത്തിന് വരണേ. കാരണം ഞാൻ ഇന്നലെയും കൂടി ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, ഭഗവാനെ ഞാൻ നിന്നെ തൊഴാനാ വരണേ, എന്നെ എങ്ങനെയെങ്കിലും ഒരു കൊച്ചു ഉള്ളതാ അരുണേട്ടനും ഉള്ളതാ, അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ എത്തിക്കണേ. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട്. ഗൈസ്, നമ്മൾ എല്ലാവരും കണ്ട ഐ ലവ് പ്രയാഗ്രാജ്. ഗൈസ്, ഇവിടെ എല്ലാം കുംഭമേളയെ കാരണം ഇവിടെ എല്ലായിടത്തും ലൈറ്റിങ്ങും നമ്മുടെ ദീപാവലിയുടെ ഒരു വൈബാണ് എനിക്ക് കിട്ടുന്നത്. നമ്മൾ സംഘംലോട്ട് പോവുക, എല്ലാം ട്രാഫിക്കാ. ഈ കാണുന്ന ബ്രിഡ്ജിന്റെ അപ്പുറത്താണ് ഞങ്ങളെ റിക്ഷക്കാരൻ വിട്ടേ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്കൊരു 1-2 കിലോമീറ്റർ ഇനി നടക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാരിക്കേഡ് എല്ലാം വെച്ചിട്ടുണ്ട്, ഇവിടെ പോലീസും ഉണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് നടക്കേണ്ടി വരും. ഞങ്ങളിപ്പം നടന്നുകൊണ്ടിരിക്കുക. 1 കിലോമീറ്റർ കുറഞ്ഞതിനി നമുക്ക് നടക്കേണ്ടി വരും. കുഴപ്പമില്ല, ദൈവം ഇത്രയും സഹായിച്ച് ഇനി 1 കിലോമീറ്റർ മാനേജ് ചെയ്യാവുന്നേ ഉള്ളു. ഈ സൈക്കിളിൽ ഇരിക്കുക. അല്ല, അത് കുഴപ്പമില്ല, പൈസയുടെ പ്രശ്നമില്ല. ഈ ചേട്ടൻ ഞങ്ങളെ ഇനി സൈക്കിളിൽ കൊണ്ടുപോവാ. ഇതും ഞങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ അഡ്വെഞ്ചർ ആണ് ഗൈസ്. ഇവിടെ ഈ സൈക്കിളിൽ കൊണ്ടുപോകാൻ ഒരു പർട്ടിക്കുലർ സ്ഥലം വരെ 4 പേർക്ക് 200. അപ്പം ഞങ്ങൾ 2 പേർക്കും 50 രൂപ വെച്ചായി. അതുപോലെ ഇവിടെ വന്നാൽ കഴിക്കാൻ നമുക്ക് ഒരു ക്ഷാമവും കാണത്തില്ല. കാരണം 2 സൈഡിലും ഇവിടെ കുറെ ഇങ്ങനെ സ്റ്റോൾസ് ഒക്കെ ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. ആ പയ്യൻ ഇവിടെ വിട്ടേനി. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് കയറ്റം കയറി പോകണം. പിന്നെ അവിടെ താഴെ ഇറങ്ങിയാൽ നമ്മളുടെ ത്രിവേണി സംഘമാണ്. പറഞ്ഞറിയത്തില്ല, ഇനി നമുക്ക് നോക്കാം. കുറേ കടകളുണ്ട് ഗൈസ്. ഈ കയറ്റം കയറി ഞങ്ങളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുക. ഗൈസ്, ഇവിടുത്തെ തിരക്ക് നിങ്ങൾക്ക് കാണാമല്ലോ. ഞങ്ങളിനി സംഘംലോട്ട് നടക്കുക. അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷെ അത്രയും സേഫ്റ്റി ഇല്ലാന്നില്ല, സേഫും കൂടിയാ, കുഴപ്പമില്ല. കച്ചാ ദിവാറുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളുടെ സംഗമത്തിന്റെ എൻട്രൻസ്. ഇതാണ് നന്ദി ദ്വാർ.
ഇതിൽ കൂടെ നമ്മളിനി സംഘം ലോട്ട് നടക്കും. ഗൈസ് ഇവിടെ ഒട്ടും തെള്ളില്ലാന്ന് ഞാൻ പറയില്ല, പറഞ്ഞ തെള്ള് ആൾക്കാർ ഉണ്ട്, പക്ഷേ സേഫാ, നമുക്ക് ഇങ്ങനെ ഇടിച്ചൊന്നും പോണ്ട. ഇതാണ് നമ്മുടെ സംഘം സ്ക്വാഡ്. ഇവിടെ നമ്മുടെ സരസ്വതിയും ഗംഗയും വന്ന് ചേരും. ഇവിടെ ഇനി കുറച്ച് ദൂരേ ഉള്ളു അകത്തോട്ട്. ഓൾമോസ്റ്റ് നമ്മൾ എത്തി. ഇതാ നമ്മളുടെ ഘാട്ട് നമ്പർ 32. അവിടെ നോക്ക്, നിങ്ങൾക്ക് കാണാം കുളിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. ഞങ്ങൾ റിഹാനയും കൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് ദൈവം വരാനുള്ള ഇത് തന്ന് ഭാഗ്യം തന്ന് വളരെ സന്തോഷമാവുന്നുണ്ട് ഞങ്ങൾക്ക്. ഉണ്ണേട്ടനും റിഹാനും ഇനി ഗംഗയെ കുളിക്കാൻ പോവുക. ബേബി ഗൈസ്, ഞങ്ങൾക്ക് ഒത്തിരി നൊസ്റ്റാൾജിക് മൊമെന്റ് ആ. റിഹാനും അരുണേട്ടനും ത്രിവേണി സംഗമത്തിൽ. റിഹാൻ ബേബി ഹായ് വെള്ളം 3 തവണ. ഗൈസ്, ഈ ലെഫ്റ്റ് സൈഡിന് വരുന്ന യമുനയാ, റൈറ്റിന് വരുന്ന ഗംഗ, എന്നിട്ട് ആ സെന്ററിലാ നമ്മളുടെ സരസ്വതി. ഇതാണ് ഗൈസ് ത്രിവേണി സംഘം. റിഹാൻ റിഹാൻ കുറച്ച് ബേബി. റിഹാൻ കുറച്ച് നിർബന്ധമായിരുന്നു, അത് കാരണം റിഹാനെ കൂടുതൽ ഇത് ചെയ്തില്ല. ഒന്നുകൂടെ മുങ്ങിക്കോ. ഫൈനലി ഞങ്ങൾ കുളിച്ച് ചേഞ്ച് ഒക്കെ ചെയ്ത് ഇവിടെ ചേഞ്ചിങ് റൂം ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫെസിലിറ്റീസ് എല്ലാം നല്ലതായിട്ടുണ്ട്. ഫൈനലി ഞങ്ങളുടെ ഡിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുക. ഇനി തിരിച്ച് വന്ന അത്രയും നടന്ന് പോകണം. സോ ഹോപ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, ടേക്ക് കെയർ. ഹർ ഹർ മഹാദേവ്.